ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ തംബ്നെയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണത്തില്ലേ, നമ്മുടെ നാടൻ ഉണ്ണിയപ്പമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ അമ്മമ്മമാരുണ്ടാക്കിയിരുന്ന അതേ ടേസ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, അതേ സെയിം രീതിയിൽ. ഇതിനു വേണ്ടി നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമാണ്. ഞാനൊരു 2 കപ്പ് പച്ചരി, 250 ml 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഓവർനൈറ്റ് കുതിർക്കാനായിട്ട് ഇട്ടിട്ട് മോർണിംഗ് എടുത്തിട്ടുണ്ട്. കുറഞ്ഞത് ഒരു 5-6 മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് ഇടുക. എന്നിട്ട് നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയുടെ കൂടെ ഒരു 5-6 പീസ് ഏലക്ക ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങ ചെറിയ പീസസായിട്ട് കൊത്താക്കിയതിന് ശേഷം അതിനെ 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഞാൻ ഇച്ചിരി തേങ്ങ കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കരിപ്പട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വന്നിട്ട് ഒരു 300 ഗ്രാം കരിപ്പട്ടി 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കുറുക്കിയെടുത്തതിന് ശേഷം അതിനെ നന്നായിട്ട് അരിച്ചെടുത്താണ് വെച്ചിട്ടുള്ളത്. ശർക്കര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കര എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ വേണ്ടത് 4 പാളയംകുടം പഴമാണ് വേണ്ടത്. 4 പാളയംകുടം പഴം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത പാളയംകുടം പഴം തന്നെ മസ്റ്റായിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻ്റ് നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഈ അരി ഒന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ വലിയ ജാറ് തന്നെ എടുത്തിട്ടുണ്ട്. നമ്മൾ ദോശയ്ക്കൊക്കെ മാവ് അരയ്ക്കുന്ന ആ വലിയ ജാറുണ്ടല്ലോ, ആ ജാറ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതിലേക്ക് നമ്മുടെ പച്ചരി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര പാനി ഉണ്ടല്ലോ, ആ പാനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരു ചെറിയ തരിതരിപ്പോട് കൂടി വേണം അരച്ചെടുക്കാനായിട്ട്. നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇച്ചിരി ഒരു വലിയ തരിതരിപ്പോട് കൂടി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷമാണ് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന 4 പാളയംകുടം പഴം തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ പീസസായിട്ട് അരയ്ക്കാൻ പാകത്തിന് എളുപ്പത്തിന് ചെറിയ പീസസായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. നമുക്കെല്ലാം അങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നമ്മൾ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരിക. ഒരു ചെറിയ തരിതരിപ്പ് മതിയാവും. ഈ ഒരു തരിതരിപ്പോട് കൂടി ചെറിയൊരു തരിതരിപ്പോട് കൂടി വേണം അരച്ചെടുക്കാനായിട്ട്. ഒരു പുട്ടിൻ്റെ തരിതരിപ്പാവരുത്, ഇച്ചിരി ഒരു ചെറിയ തരിതരിപ്പോട് കൂടി. എന്നിട്ട് ഇത് അരച്ചെടുത്തതിന് ശേഷം ഇതിന് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ. ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ശരിക്കും ഇപ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോഴേക്കും ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടുന്നത്. മധുരം കറക്റ്റാണെന്ന് നോക്കുക, അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കര പാനി ആഡ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചുകൂടെ ഇതാവും. അപ്പം ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി മതിയാവും. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു പിഞ്ചോളം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഏലക്കയുടെ ആ പൊടി ഉണ്ടല്ലോ, പഞ്ചസാരയായിട്ട് പൊടിച്ച് വെച്ചിരുന്ന ആ പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങാക്കൊത്തൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ ആ നെയ്യോടുകൂടി വറുത്ത ആ നെയ്യോടുകൂടി തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിനെ ജസ്റ്റ് ഒന്ന് നമ്മൾ ദോശമാവ് പുളിപ്പിക്കാൻ വയ്ക്കത്തില്ലേ, അതേ കണക്ക് നമ്മളിതൊന്ന് പുളിപ്പിക്കാൻ വയ്ക്കണം. ജസ്റ്റ് അടുപ്പിൻ്റെയൊക്കെ ആ ബാക്ക് സൈഡിൽ രാവിലെ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ആ കുക്ക് ചെയ്യുന്ന ആ ചൂടൊക്കെ കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ പുളിച്ച് കിട്ടും. കുറഞ്ഞത് ഒരു 7-8 മണിക്കൂറെങ്കിലും ജസ്റ്റ് പുളിപ്പിക്കാൻ വയ്ക്കുക. എന്നാലേ നമ്മുടെ ഈ ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു ബാറ്ററിൻ്റെ ഒരു തിക്നെസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് അടച്ച് നമുക്കൊന്ന് പുളിപ്പിക്കാൻ വയ്ക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ബാറ്റർ നന്നായിട്ട് 8 മണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. അത് വന്നിട്ട് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇപ്പോൾ ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അത് നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ആ പഴത്തിൻ്റെയൊക്കെ മണം ഇങ്ങനെ നന്നായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്, ഉണ്ണിയപ്പം ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ കുഴികൾ ഒത്തിരി നിറഞ്ഞു പോകാൻ പാടില്ല. ആ കുഴി ജസ്റ്റ് നിറയുന്നത് വരെ മാത്രമേ എണ്ണ ഒഴിക്കാൻ പാടുള്ളൂ. നമ്മുടെ ആ ചുറ്റിലും ഇങ്ങനെ റൗണ്ടിലുണ്ട്. അപ്പോൾ മാവ് ഒഴിക്കുമ്പോഴേക്കും പൊങ്ങി പുറത്തേക്ക് പോകത്തില്ല. അപ്പോൾ നമ്മുടെ എണ്ണ ഏതാണ്ട് ചൂടായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ബാറ്റർ നന്നായിട്ട് ഒരിക്കൽ കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ആ കുഴികളിലെല്ലാം നമ്മൾ നിറച്ച് കൊടുക്കുക. ജസ്റ്റ് ആ കുഴി നിറയുന്നത് വരെ മാത്രമേ മാവ് ഒഴിക്കാൻ പാടുള്ളൂ. ഒത്തിരി നിറഞ്ഞ് കവിഞ്ഞ് ഒഴിക്കുകയാണെങ്കിൽ ഉണ്ണിയപ്പത്തിന് ഷേപ്പില്ലാതെ പോവും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ആ കുഴി നിറയുന്നത് വരെ മാത്രം മാവ് ഒഴിക്കുക. എന്നിട്ട് ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ അപ്പുറ സൈഡ് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മൊരിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയത് കാരണം പെട്ടെന്ന് നമ്മുടെ ഇരുമ്പൻ ചട്ടിയിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പം അങ്ങനെ പറ്റി പിടിച്ചിരുന്നിട്ട് നല്ലൊരു ക്രിസ്പി രീതിയിലും അകത്ത് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും. പക്ഷേ ഈ നോൺ സ്റ്റിക്ക് ആയാലും കുഴപ്പമില്ല, ഒത്തിരി നേരം ഒട്ടിയിരിക്കത്തില്ല, പെട്ടെന്ന് തന്നെ ആ ചട്ടിയിൽ നിന്ന് വിട്ട് വരികയാണ് ചെയ്യുന്നത്. എന്നാലും കുഴപ്പമില്ല. ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. നമ്മുടെ ആ വക്കൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം, അകം നല്ല സോഫ്റ്റുമായിട്ടാണ് ഇരിക്കുന്നത്.
അപ്പോൾ ഇത് നമ്മൾ തിരിച്ച് മറിച്ച് ഇട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം നന്നായി കുക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വക്കൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അകം നല്ല സോഫ്റ്റുമാണ്. എന്നിട്ട് അതെടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ വീണ്ടും ആ കുഴികളിൽ എണ്ണയുടെ കുറവുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പ് മാവ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അടുത്ത സ്റ്റെപ്പ് ഒഴിക്കുമ്പോഴേക്കും വീണ്ടും ഒരിക്കൽ കൂടെ നന്നായിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ നമുക്ക് എല്ലാ ഉണ്ണിയപ്പവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാടൻ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഓൾ. ബൈ.